എന്തിനാണ് സഭ? എന്താണ് സഭയുടെ പണി? എന്താണ് സഭയുടെ സംവിധാനങ്ങളുടെ ഉദ്ദേശം? ആചാര അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം എന്താണ്? സഭയിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രവൃത്തികളുടെ ക്രമീകരണങ്ങളുടെ ആവശ്യകത എന്ത്? ഈ വിഷയങ്ങളിലേക്ക് തൻ്റെ വിശ്വാസികളുടെ സഹശുശ്രൂഷകരുടെ ശ്രദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്ഷണിച്ചിട്ട്, അഥവാ ക്ഷണിച്ചതിൻ്റെ പേരിലാണോ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ പുകഴ്ത്തുന്നത്? അഥവാ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നത് പോലെ, അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തേടി വരുന്നത് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? ശക്തവും വ്യക്തവുമായ എഴുതി നൽകിയിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകൾ മൂലമാണോ നാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പുകഴ്ത്തുന്നത്? ഒരു വിചിന്തനത്തിന് സമയമായിരിക്കുന്നു, ഒരു വീണ്ടും വിചാരത്തിന് സമയമായിരിക്കുന്നു, ഒരു ആത്മശോധനയ്ക്ക് സമയമായിരിക്കുന്നു. ഇനിയും ആത്മശോധനയ്ക്ക് നമ്മൾ സമയം വൈകിച്ചാൽ തലമുറകൾ വിശ്വാസത്തിൽ നിന്ന് പോകും. പ്രവാചക ധീരതയോടുകൂടി എഴുതി വച്ചിരിക്കുന്ന ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക ലേഖനങ്ങളും മൂലമാണോ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കാനും അദ്ദേഹത്തെ പുകഴ്ത്താനും ആഗ്രഹിക്കുന്നത്? അപ്പോൾ എന്തിനാണ് സഭയുടെ സംവിധാനങ്ങൾ? ഞാനിവിടെ വായിക്കാം. സഭയുടെ ആചാരങ്ങൾ, പ്രവർത്തന രീതികൾ, സമയം, സമയക്രമീകരണം, ഭാഷാ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയെല്ലാം സഭയുടെ സ്വയം സംരക്ഷണത്തേക്കാൾ ഇന്നത്തെ ലോകത്തിൽ സുവിശേഷവൽക്കരണത്തിനായി ഉചിതമാംവിധം നയിക്കപ്പെടുന്ന എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ള ഒരു പ്രേഷിതോന്മുഖമായ ഉൾപ്രേരണയെക്കുറിച്ച് ഒരു പ്രേഷിത താല്പര്യത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു. അപ്പോൾ സഭയുടെ എല്ലാ സംവിധാനങ്ങളും, സഭയെന്ന് പറയുന്ന അത് തന്നെ എ സിസ്റ്റം ഈസ് ഫോർ എ പ്രോഗ്രാം, ഒരു പദ്ധതിക്ക് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ് എന്ന് പറയപ്പെടുന്നത് പോലെ സഭ അതിനെ കുറച്ചുകൂടെ വ്യക്തമാണ്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ വ്യക്തമാണ്. ഐ ഡ്രീം ഓഫ് എ മിഷണറി ഓപ്ഷൻ ദാറ്റ് ഈസ് എ മിഷണറി ഇമ്പൾസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫോമിങ് എവറിത്തിങ് സോ ദാറ്റ് ദ ചർച്ചസ് കസ്റ്റംസ്, ways of doing things, time and schedules, language and structures can be suitably channeled. ഉപയുക്തമാം വിധം ഉപകാരപ്രദമാകുന്ന രീതിയിൽ സഭയുടെ എല്ലാ സംവിധാനങ്ങളെയും എന്തിനു വേണ്ടി? suitably channeled for the evangelization of the today's world. ഇന്നത്തെ ലോകം ക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി സഭയുടെ എല്ലാ സംവിധാനങ്ങളെയും ഉചിതമാം വിധം സ്യൂട്ടബിളി ചാനലുടെ തിരിച്ചുവിടുന്ന ഒരു മിഷണറി ഓപ്ഷൻ, ഒരു പ്രേക്ഷിത ദൗത്യം ഞാൻ സ്വപ്നം കാണുകയാണ്. ഇതിൻ്റെ പേരിലാണോ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിപ്പിടിക്കുന്നത്? വിചിന്തനത്തിന് സമയമായിരിക്കും. തുടർന്ന് 1-2 നമ്പർ കൂടി ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന് പറയുന്ന ഈ അപ്പസ്തോലിക ലേഖനത്തിലെ ഏതാനും നമ്പറിലോട്ട് കൂടി നിങ്ങളുടെ ശ്രദ്ധയും ക്ഷണിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ. കാരണം ഇതായിരുന്നോ സഭയുടെ, മാർപ്പാപ്പയുടെ ഔദ്യോഗികമായ നിലപാട്? ഇതായിരുന്നോ സഭ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്ന് ചിന്തിച്ചപ്പോൾ തീർച്ചയായും അത്ഭുതപ്പെടുകയും ഞെട്ടുകയും ചെയ്യും. ഞെട്ടിയേ മതിയാവും. കാരണം ഇവിടെ വായിക്കാമേ, വ്യക്തികേന്ദ്രീകൃത ആത്മീയ ലൗകികത ഇവയ്ക്കുള്ള മരുന്ന് ആരാധനാക്രമമാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സുവിശേഷ പ്രഘോഷണ മേഖലയെ പരിശോധിച്ചാൽ സമൃദ്ധിയുടെ സുവിശേഷമാണ് 99% പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വേണ്ട എന്നോ തെറ്റാന്നോ അല്ല. പക്ഷേ എല്ലാ കാലവും പാലും കൈഭക്ഷണവും കഴിച്ച് ജീവിക്കുന്നവരായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ മാറ്റുന്നത് ഇത്തരം സമൃദ്ധിയുടെ സുവിശേഷ പ്രഘോഷണങ്ങളാണ്. സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ വ്യൂവേഴ്സുമില്ല, ആൾക്കാരുമില്ലാത്തൊരു തലമുണ്ട് എന്നുള്ള വസ്തുത നിൽക്കുകയാണ്. ഇനി ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന് പറയുന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 17-ാമത്തെ നമ്പർ മുതൽ ആരാധനാക്രമം, ആത്മീയ ലൗകികത എന്ന വിഷയത്തിന് മറുമരുന്ന്. വ്യക്തികേന്ദ്രീകൃത ആത്മീയത കൂട്ടായ്മയെ നശിപ്പിക്കുകയും അങ്ങനെ ലോകത്തെ സ്വാധീനിക്കാനാവാത്ത വിധം ക്രൈസ്തവികത അപ്രസക്തമാവുകയും ചെയ്യുമെന്നുള്ള വലിയ ഒരു വിപത്തിനെക്കുറിച്ച് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുകയാണ്. കേരളത്തിലെ സുവിശേഷ പ്രഘോഷണ മേഖലകളും വചനവ്യാഖ്യാന മേഖലകളും എടുത്താൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഈ കാര്യം അക്ഷരം പ്രതി അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളതാണ്. ആത്മീയ ലൗകിക, അതായത് സമൃദ്ധിയുടെ സുവിശേഷം, അറിവ് എനിക്ക് എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ എൻ്റെ നന്മ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിക്കുന്നതാണ് സ്വർഗമെന്നുള്ള
സൗജന്യമായി കിട്ടിയ രക്ഷയോടുള്ള പ്രതികരണമാണ് എൻ്റെ ക്രൈസ്തവ ജീവിതമെന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുമ്പോൾ ഞാൻ ആർജിച്ചെടുത്തിയ അറിവും എൻ്റെ വരദാനങ്ങളും എൻ്റെ പുണ്യപ്രവൃത്തികളും ഞാൻ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകളും മാത്രമാണ് അതിലൂടെ രക്ഷ, അതിന് രക്ഷ നേടിത്തരാൻ കഴിയുമെന്നുള്ള തെറ്റായ ആത്മീയതയ്ക്കെതിരെയും ആത്മീയ ലൗകികതയ്ക്കെതിരെയും ഉള്ള മറുമരുന്നായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിക്കാട്ടുന്നത് ആരാധനാക്രമമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? എനിക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ അടുത്ത നാളുകളിലാണ് ചാക്രിക ലേഖനങ്ങളിലേക്ക് തിരിയുന്നത്. ചാക്രിക ലേഖനങ്ങളിലേക്ക് തിരിയുമ്പോൾ സഭ ഔദ്യോഗികമായി തൻ്റെ മക്കളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് വായിച്ചപ്പോഴാണ് ആത്മീയ ജീവിതത്തിൽ എവിടെയാണ് ക്രൈസ്തവ ലോകത്തിന് തെറ്റുപറ്റിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ തന്നെ ആത്മീയ ജീവിതവും കൺവിക്ഷനുകളും മാറേണ്ടതുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള 2025 ജൂബിലിയോടനുബന്ധിച്ച് ഇറക്കിയിരിക്കുന്ന ബൂള, ഇത് നടപ്പിലാക്കിയാൽ തന്നെ ഈ ലോകം ഒരു സ്വർഗമായി മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നിലപാടുകളുടെ പേരിലോ ഇത്തരം പ്രബോധനങ്ങളുടെ പേരിലോ ആണോ നമ്മൾ മാർപ്പാപ്പയെ ഉയർത്തിക്കാട്ടുന്നത്? അഥവാ കർത്താവ് ചോദിച്ചതുപോലെ അപ്പം ഭക്ഷിച്ചത് കൊണ്ടാണോ എന്നുള്ളതാണ്. അപ്പം വ്യക്തികേന്ദ്രീകൃത ആത്മീയത, അതിനുള്ള മരുന്ന് കർത്താവ് സ്ഥാപിച്ചത് സഭയാണെന്നും കൂട്ടായ്മയാണെന്നും അടിവരയിട്ട് പഠിപ്പിക്കുകയാണ്. പ്രത്യാശ എന്ന് പറയുന്ന ബെനഡിക്ട് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം, പ്രത്യാശയിൽ രക്ഷ, ഇതിൽ പറയുകയാണ് ഞാൻ എന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിലേക്കുള്ള വളർച്ചയാണ് ക്രൈസ്തവത നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന്. ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ് ആരാധനാക്രമം. വൈദികരോടും അൽമായരോടും സാധാരണ വിശ്വാസികളോടും പറയുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതായിരുന്നോ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇത്രമാത്രം കാർക്കശ്യക്കാരനായിരുന്നോ നമ്മൾ ചിന്തിച്ചു പോകും. ഇത്രമാത്രം പാരമ്പര്യങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടും ശക്തമായ കൂറ് പുലർത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നോ? അപരനോട് ക്രിസ്തുവിനെ അറിയാത്തവരോട് കാരുണ്യം കാണിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവരിൽ നിന്ന് ആവശ്യപ്പെടുന്ന അച്ചടക്കത്തിൻ്റെ ജീവിതം, സാക്ഷ്യത്തിൻ്റെ ജീവിതം, ക്രിസ്തുവിൻ്റെ മണം ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണമെന്ന് ഇത്രത്തോളം വാശി പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നോ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ഞാനിപ്പം അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ഇതാണല്ലോ ഔദ്യോഗിക നിലപാട്. ബാക്കിയെല്ലാം ചില സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴോ വ്യക്തികളുമായി കൂട്ടുമുട്ടുമ്പോഴോ ഒക്കെ നടത്തുന്ന പ്രതികരണങ്ങളും പ്രവൃത്തികളുമാണ്. എന്നാൽ മാറ്റമില്ലാത്ത തർക്കമില്ലാത്ത വിധം ഔദ്യോഗിക നിലപാട് ഇവിടെയാണല്ലോ കിടക്കുന്നത്. ഞാൻ വീണ്ടും വായിക്കാം, നമ്പർ 56 നിന്ന് വായിക്കാം. ആരാധനയുടെ ആഘോഷത്തിന് നേതൃത്വം വഹിക്കുന്നതിലൂടെ പുരോഹിതൻ രൂപപ്പെടുകയാണ്. ആരാധനയുടെ ആഘോഷത്തിന് ലിറ്റർജി നേതൃത്വം കൊടുക്കുന്നതിലൂടെ പുരോഹിതൻ രൂപപ്പെടുകയാണ്. വീണ്ടും പഠിപ്പിക്കുന്ന കണ്ടോ പുരോഹിതരോട് പറയുന്നത്, കർത്താവിന് ഓരോ വ്യക്തിയോടും തോന്നുന്ന കൂട്ടായ്മ, സ്നേഹത്താൽ പുരോഹിതൻ കീഴടക്കപ്പെടണം. ആടുകളുടെ ഇടയനായ കർത്താവിനുള്ള സ്നേഹം പുരോഹിതനെ കീഴടക്കണം. യേശുവിൻ്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തിനും ആ സ്നേഹത്തിന് കാരണമായിരിക്കുന്ന വിശ്വാസികൾക്കും ഇടയിൽ നിൽക്കുന്നതായി പുരോഹിതന് തോന്നണം. ഇതുമൂലമാണോ നമ്മൾ മാർപ്പാപ്പയെ ഉയർത്തിപ്പിടിക്കുന്നത്? ആരായിരിക്കണം ഒരു പുരോഹിതൻ? എങ്ങനെ ആയിരിക്കണം ഒരു പുരോഹിതൻ? ആരാധനാക്രമത്തിലൂടെ രൂപപ്പെടാനുള്ളതാണ് പൗരോഹിത്യമെന്ന് പഠിപ്പിക്കുകയാണ്. ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ തീയിൽ വീഴുക എന്നാണ് അർത്ഥം. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും പ്രബോധനങ്ങളുമല്ലേ. ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ തീയിൽ വീഴുക എന്നാണ് അർത്ഥം. 59 നമ്പർ 59, സഹനദാസൻ്റെ എളിമയോടെ, പത്രോസിൻ്റെ മനോഭാവത്തോടെ തനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളാൽ വൈദികരോട് പറയുകയാണ്, ഭക്ഷിക്കപ്പെടണമെന്ന അഭിവാഞ്ചയോടെ വേണം പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട പൗരോഹിത്യ ചുമതല ദിവ്യബലിയിൽ നിർവഹിക്കുവാൻ. ഭയപ്പെടുത്തുന്നതല്ലേ ആത്മീയമായി നമ്മളിൽ ഉളവാക്കുന്ന പ്രബോധനമല്ലേ നൽകുന്നത്? ഒന്നുകൂടി ശ്രദ്ധിക്കണമേ. പത്രോസിനുണ്ടായ ഭീതിയോടെ, സഹനദാസൻ്റെ എളിമയോടെ തനിക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളാൽ
ഭക്ഷിക്കപ്പെടണമെന്ന അഭിവാഞ്ചയോടെ വേണം പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട പൗരോഹിത്യ ചുമതല ദിവ്യബലിയിൽ നിർവഹിക്കുവാൻ. വീണ്ടും നമ്പർ 60 നിന്ന് വായിക്കാമേ. പുത്രൻ്റെ സമർപ്പണം വിശുദ്ധ ജനത്തിൻ്റെ പേരിൽ പിതാവിനെ അനുസ്മരിപ്പിക്കുന്നു. ബലിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ബലിയിൽ അവൻ പുരോഹിതൻ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പങ്കെടുക്കുന്നു. തന്നെ തന്നെ സമർപ്പിക്കാത്ത പുരോഹിതന് അന്ത്യത്താഴത്തെക്കുറിച്ച് പിതാവിൻ്റെ മുൻപിൽ തന്നെ തന്നെ സമർപ്പിക്കാത്ത പുരോഹിതന് അന്ത്യത്താഴത്തെക്കുറിച്ച് പിതാവിൻ്റെ മുൻപിൽ ആവർത്തിച്ചനുസ്മരിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ പ്രബോധനം, അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന പ്രബോധനം എഴുതി നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തപ്പോഴോ, ഏതെങ്കിലും രാഷ്ട്രം സന്ദർശിച്ചപ്പോഴോ, ഏതെങ്കിലും വ്യക്തികളെ സ്വീകരിച്ചപ്പോഴോ നടത്തിയ സാന്ദർഭികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റുകയില്ല. തന്നെ തന്നെ സമർപ്പിക്കാത്ത പുരോഹിതന് അന്ത്യത്താഴത്തെക്കുറിച്ച് പിതാവിൻ്റെ മുമ്പിൽ ആവർത്തിച്ചനുസ്മരിപ്പിക്കുവാൻ കഴിയുകയില്ല. അവനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വന്തം ശരീരം, സ്വന്തം ജീവൻ സമർപ്പിക്കുവാനുള്ള ആഗ്രഹമില്ലാതെ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. തന്നെ തന്നെ കൊടുക്കുകയാണ് എന്ന് പഠിപ്പിക്കും. ഇനി വിശ്വാസികളോട് പറയുന്നത് കേട്ടുകൊള്ളു. നമ്പർ 34, ആരാധനാക്രമത്തിനായുള്ള രൂപീകരണവും ആരാധനാക്രമത്തിലൂടെയുള്ള രൂപീകരണവും. ആദ്യത്തേത് സർവപ്രധാനമാകയാൽ പ്രധാനമായ രണ്ടാമത്തതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യത്തേത് സർവപ്രധാനമായ രണ്ടാമത്തതിനെ ആശ്രയിച്ചിരിക്കുന്നു. ആരാധനാക്രമത്തിലൂടെയുള്ള രൂപീകരണം. അപ്പോൾ വിശ്വാസികൾ പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? ശുശ്രൂഷകളിൽ, ആരാധനകളിൽ പങ്കെടുക്കുന്നത് എന്തിനാണ്? അവിടെ ഒരു രൂപീകരണം നടക്കുന്നുവെന്ന് വളരെ വ്യക്തമായും ഫ്രാൻസിസ് മാർപ്പാപ്പ ആധികാരികമായി പഠിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തി വാഴ്ത്തിപ്പാടുന്ന, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പുകഴ്ത്തുമ്പോൾ ഈ നിലപാടുകളെ പ്രതിയാണോ, അഥവാ വീണ്ടും തിരുവചനം ചോദിക്കുന്നത് പോലെ അടയാളമാണോ, അപ്പമാണോ നിങ്ങളെ ആകർഷിച്ചത് എന്ന ചോദ്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്പർ 37 നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. സുവിശേഷവൽക്കരണമില്ലാത്ത ആഘോഷം ആധികാരികമല്ലാത്തതുപോലെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കാത്ത ഒരു പ്രഘോഷണവും ആധികാരികമല്ല. അപ്പോൾ എന്തിനാണ് സഭ? എന്താണ് സഭയുടെ ലക്ഷ്യം? എന്താണ് സഭാ സംവിധാനങ്ങൾ കൊണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട്, സമയക്രമീകരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇത്രയും ആധികാരികമായി പഠിപ്പിച്ചിട്ട് ഈ പ്രബോധനം മൂലമാണോ നമ്മൾ മാർപ്പാപ്പയെ ഉയർത്തിപ്പിടിക്കുന്നത്? സുവിശേഷവൽക്കരണമില്ലാത്ത ഒരാഘോഷം ആധികാരികമല്ലാത്തതുപോലെ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക്, ക്രിസ്തു അനുകരണത്തിലേക്ക് നയിക്കാത്ത ഒരു പ്രഘോഷണവും ആധികാരികമല്ല. 1 കൊരിന്തോസ് 13:1 എന്ന ബ്രാക്കറ്റിൽ വെച്ചിരിക്കുക. എനിക്കെന്തെല്ലാം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല എന്നുള്ളത്. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ അനുഭവത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെടുന്നൊരു അനുഭവത്തിലേക്ക്. അതാണല്ലോ അവസാനത്തെ ചാക്രിക ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, ഹി ലവ്ഡ് us. അപ്പോൾ ഈ വക കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? വചനപ്രഘോഷണ വേദികൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇടവക ദേവാലയങ്ങളിൽ വചനം പങ്കുവെക്കുമ്പോൾ ഇത്തരം ഔദ്യോഗികമായ പ്രബോധനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടോ, പറയാറുണ്ടോ? ആരാധനാക്രമത്തിലൂടെ രൂപീകരിക്കപ്പെടുകയും ആരാധനാക്രമത്തിനായി ഫറോവയോട് പറഞ്ഞ വാക്കുകൾ, ഫറോവയോട് നീ പറയണം, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനതയെ വിട്ടയക്കാൻ പറയണം. ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോല പ്രവൃത്തികളിലും നമ്മൾ അതുതന്നെ കാണുകയാണ്. അവർ ഏക മനസ്സോടെ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി. അതാണ് ഇവിടെ പറയുന്നത്. സുവിശേഷവൽക്കരണമില്ലാത്ത, സാക്ഷ്യമില്ലാത്ത ആഘോഷം ആധികാരികമല്ലാത്തതുപോലെ ക്രിസ്തു അനുഭവത്തിലേക്ക് നയിക്കാത്ത പ്രഘോഷണം ആധികാരികമല്ല. 41 നമ്പർ കൂടി വായിച്ച് നിർത്താം. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള നമ്മുടെ പങ്കാളിത്തത്തിന് നമ്മൾ ഭക്ഷിക്കുന്നതെന്തോ അതായിത്തീരുക എന്ന ലക്ഷ്യമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള പങ്കാളിത്തം നമ്മൾ ഭക്ഷിക്കുന്നതെന്തോ അതായിത്തീരുക എന്ന ലക്ഷ്യമേ ഉള്ളൂ. അപ്പോൾ സഭയുടെ സർവ്വ ആചാരാനുഷ്ഠാനങ്ങളുടെയും ലിറ്റർജിയുടെയും ലക്ഷ്യം എന്താണ്? ഒരു ക്രിസ്തു രൂപീകരണമാണ്.
സാക്ഷ്യജീവിതമാണ്, സുവിശേഷവൽക്കരണമാണ് എന്ന് സംശയങ്ങൾക്കിടമില്ലാത്ത വിധം ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ചതുകൊണ്ടും കാണിച്ചു തന്നതുകൊണ്ടുമാണോ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പുകഴ്ത്തുന്നത്?